ഹലോ, ഇതാരാ? ഇത് ഞാനാണ് ശശി. മറന്നുപോയാ? ശശിയാ? ആ, നീ ഇത്ര നാൾ വേടിയിടാ, ഇങ്ങോട്ടൊന്നും കണ്ടിട്ടേ ഇല്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ പേട്ടക്ക് പോണ് കൊടകില്. ഓ, പേട്ടക്ക്. നിനക്കെന്നാ അവിടെ പണി? അനക്ക് എന്ത് പണി? കുരുമുളക് പറിക്കാനല്ലേ ഞാൻ പോയി. കുരുമുളക് പറിക്കാനല്ലേ. ഓ, നീ എപ്പോ നാട്ടില് വന്നേ? നാട്ടില് ഇന്ന് രാവിലെ വന്നേ. ഞാൻ വിചാരിച്ചൊന്ന് ചേച്ചിയെ ഒന്ന് വിളിക്കാന്ന് വിചാരിച്ചു. കുറെ ആയില്ലേ വിളിച്ചിട്ടും കണ്ടിട്ടല്ലോ. അതെ, നിന്നെ കൊറേ ആയില്ല ഇങ്ങോട്ടൊന്നും കാണാത്തത്. എന്നിട്ട് ഞാൻ വിചാരിച്ചു നീ ഇതേടിയോ പോയെന്ന്. അനക്ക് ഓർമ്മയില്ല നീ പറഞ്ഞു. എന്നാ പിന്നെ ഒന്ന് വിളിച്ചു നോക്കൂലേ ആളെ കാണാഞ്ഞാല്? ഞാൻ പിന്നെ വിചാരിച്ച് നിനക്ക് എന്തെങ്കിലും തോന്നിയിട്ടായിരിക്കും. എന്തെന്ന് തോന്നേ? അങ്ങനെയല്ല, എന്തെങ്കിലും മനസ്സിൽ ദേഷ്യായിട്ടുണ്ടോ എന്നോട്? എന്തിനാന്ന്? അല്ല, ചേട്ടനില്ലേ ആളാ? ചേട്ടനെവിടെയാ പോയേ? ചേട്ടനുണ്ട്. ചേട്ടനതാ എവിടെയോ കുടിക്കാൻ പോയിട്ട്. ആ, ഞാനെന്നെ പരിപാടി. അങ്ങനെ ഒരു പേര് 4 കാലിൽ ഇങ്ങ് വരും രാത്രിയാവുമ്പോ. പലതുപോലെ രാത്രിയാ വരുവാ? ആ, നിനക്കറിയുന്നല്ലേ, ആ, പണ്ടുള്ള പോലെ തന്നെ. പിന്നെ വേറെ എന്തുണ്ട്? എന്തിന്നപ്പാ അങ്ങനെ പോകുന്നു. എനിക്കിനിയപ്പോ പോണ്ടത്? ഞാനിനി ഒരാഴ്ച. അതെയാ? ആ, അപ്പൊ നല്ല ഇങ്ങോട്ടൊന്നും പണിയുണ്ട്. വരുന്നില്ലേ? ഓ, ഇനിയിപ്പൊ അങ്ങോട്ട് ചേച്ചിനെ കാണുന്നുണ്ട്. അങ്ങോട്ട് വന്നിട്ടിപ്പോ എന്നാ? നീ ഇങ്ങോട്ടൊന്നും അറിഞ്ഞ്. ഞാനിപ്പോ അങ്ങോട്ട് വന്നാല് ചേച്ചി അവിടെ ചേട്ടനും ഉണ്ടാവും. പിന്നെ ചേട്ടനല്ല, എപ്പോ രാത്രിയായിട്ട് രാത്രിയായാലും 4 കാലിൽ വരുന്ന ചേട്ടൻ. വരണമെന്നുണ്ട് പോണേന് മുന്നേ. പിന്നെ അങ്ങോ വൈകുന്നേരം എന്നാ അങ്ങോട്ട് വന്നാലോ? ഇന്നാ? ആ, എന്നാ ഇങ്ങ് വന്നു. ഞാനും ഇവിടെ തന്നെ ഉണ്ടതാ. എനിക്ക് എപ്പം മേടിക്കലും ഇങ്ങോട്ട് വരാലോ. ഞാൻ വിളിക്കണ? പിന്നെ വെറുതെ ഒന്ന് വിളിച്ചു നോക്കിയതാ. ആ, എന്നാ ഇങ്ങോട്ടെല്ലാം ഇറങ്ങ്. അങ്ങനൊന്നും ഇല്ല ചേച്ചി, ഞാനിവിടെ തന്നെ ഉണ്ട്. ഞാൻ പിന്നെ ഒന്ന് വിളിച്ചു നോക്കിട്ട് അങ്ങോട്ട് വരാന്ന് വിചാരിച്ചിട്ടാ. ആ, പിന്നെ അധികം ഇതാക്കണ്ട. ഇല്ല, ചേച്ചിക്ക് എന്നിട്ട് ഇപ്പൊ പഴയ പണിക്കെല്ലാം പോകണ്ട? എന്തു പണി? ഉം. ഒന്നും അങ്ങനെയൊന്നും എപ്പോഴും പോകില്ലടാ, കഴിയുന്നില്ല. ഞാൻ പിന്നെ പേട്ടക്ക് പോയത് നല്ല പണിയാ. ആടെ എനിക്ക് ഇതെല്ലാം കിട്ടുവാ? അങ്ങനെയല്ല, എന്ത് പണിയാ നീ പറയുന്നു? ഞാൻ കുരുമുളക് പറിക്കുന്ന വേറെന്നാ? അതെ, കുരുമുളക് പറിക്കലല്ലേ, അതിനല്ലേ നീ പോയി. ആ, വേറെ എന്ത് പണിയാ കിട്ടണ്ടേ? ഞാൻ വിചാരിച്ച് നീ വേറെ എന്തോ വിചാരിച്ചിട്ടാ പറയുന്നു. അതിപ്പം ചേച്ചി ഇവിടെ അതിപ്പോ എപ്പോ പോയിടത്തൊന്നും ചേച്ചി ഉണ്ടാവില്ലല്ലോ. പോയിടക്ക് ഇതൊന്നും കിട്ടൂലേ നിനക്ക്? ആടെ അതൊന്നും നടക്കൂല ചേച്ചി. കോടതിയിൽ എന്നിട്ട് വേണം. അറിയില്ല, അങ്ങനെയൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. അവിടെ പെണ്ണുങ്ങളില്ലേ? പെണ്ണുങ്ങളിലേക്കുണ്ടാവണ്ടേ. എന്നിട്ട് വേണം പയ്യ കൊടകമ്മ ചവിട്ടിക്കൂട്ടെ. ചവിട്ടിക്കൂട്ടുവാ? ആ, ഇല്ല പിന്നെ ജനങ്ങളുണ്ട്. രാവിലെ കുരുമുളക് പറിക്കാൻ പോവും, വൈകുന്നേരം വരും. തണുപ്പായത് കൊണ്ട് നല്ല ചൂട് കാപ്പിയും വെച്ച് കപ്പ വയ്യൊന്നും ഒറ്റ ഉറക്ക. വേറെ ഒന്നുമില്ല. വേറെ പിന്നെ ഉറക്ക ചേച്ചി ഞങ്ങൾ വിചാരിക്കും, എന്നിട്ട് ഉറങ്ങും. എന്നെ വിചാരിച്ചിട്ടെന്നാ വേണ്ടേ അവിടുന്ന്? വിചാരിച്ചൊന്നും കാര്യമൊന്നുമില്ല. പിന്നെ ചേച്ചി വരുന്ന അങ്ങ് നല്ല പണിയുണ്ടാവും. ഞാനങ്ങ് വന്നിട്ട് ഇയാളെ ആരാ നോക്കുവോ? എന്നാലും അല്ല, എന്നാലും ഒറ്റക്കാക്കിട്ട് വരാൻ പറ്റുമോ എനിക്ക്? പിന്നെ അങ്ങനെയും കൂടി കൂട്ടിയിട്ട് വരാനാ. പിന്നെല്ലാം കണക്കന്നെ. അപ്പൊ നിനക്ക് കൊറേ അല്ലേ ഒന്നും കിട്ടാതെ? അരിക്ക് കണക്കാ കിട്ടണമെന്നില്ല. ഞാൻ അതൊക്കെ അവിടെ നല്ല പൈസയാക്കാൻ പറ്റും. എങ്ങനാ? ഇതുകൊണ്ടാ? എങ്ങനെ വേണ്ടിക്കലും വരുന്നോ? അതൊന്നും നടക്കൂല.
ഓ, എന്താ നടക്കാണ്ട്? എന്റെ അടുത്ത് തന്നെ താമസിക്കുകയും ചെയ്യാ. എന്നാ വരണം എന്നെല്ലാം ഉണ്ട്. അമ്മയ്ക്ക് വരണമെന്നില്ല. എന്നാ പിന്നെ ഇത് ഇങ്ങോട്ട് ചോദിക്കുമല്ലേ വേണ്ടേ? ഞാനും കൂടി വരട്ടെ അതാ വരാൻ പറ്റുമോ? എന്നിട്ടാ ഞാൻ ആലോചിച്ചാലും ഞാൻ ഇങ്ങനെ വിചാരിച്ചാ നടന്നു. ചേച്ചിയും കൂടി വന്നിട്ടുണ്ടെങ്കിൽ നല്ലല്ലേന്ന്. അതെയാ. എന്നാ പിന്നെ നീ പോകുമ്പോ ഒന്ന് ചേച്ചി ചേട്ടൻ ആദ്യം ചേട്ടനടുത്ത് ചോദിച്ചു നോക്ക്. പോട്ടെ. അങ്ങനല്ല, പണിയുണ്ടാവും പോലും. ചേച്ചി ചേട്ടക്ക് പറയുന്ന കേട്ടിട്ട് നമുക്ക് പോയാലോ എന്ന് ചോദിച്ചത്. ചേട്ടനും കൂടി വരുന്നെങ്കിൽ വരട്ട്. അതിനിടയ്ക്ക് നമുക്ക് വെള്ളം കുടിപ്പിച്ച് കടത്താം. അതല്ലേ പറ്റും, പഠിക്കാനൊന്നും പോകില്ലല്ലോ. അതിനെ പറ്റും. ഞാൻ ചോദിച്ചു നോക്കട്ടെ. നല്ല സമയത്ത് ചോദിക്കണം കേട്ടോ. അതിന് ഏതാ നല്ല സമയം? ഇപ്പം ചേച്ചിക്കല്ലേ അറിയാൻ പറ്റാ നല്ല സമയം. ഏത് സമയവും വെള്ളത്തിൽ തന്നെ. കരക്ക് കയറില്ലല്ലോ. കരക്ക് കയറില്ലല്ലോ. അതുകൊണ്ട് ചേച്ചിക്ക് ഒരു കണക്കിന് നല്ലതല്ലേ. നീ ഇനിയിപ്പൊ ഇങ്ങോട്ട് ഇന്ന് വരുന്നുണ്ടാ? ഞാനങ്ങോട്ട് വരാലോ. എന്നാ പിന്നെ ഇന്ന് തന്നെ ഇങ്ങ് വന്നു. ഞാൻ വിചാരിച്ചു തരണ്ടെന്നാ പറയാന്ന്. അതാ വിളിച്ചു നോക്കിയ. അപ്പൊ ചേച്ചിക്ക് അന്നാക്കാളും തിരക്കാവുണ്ടോ? എന്നാക്കാളും തിരക്ക് നിനക്ക് കുറച്ച് ദിവസമല്ലേ ആയിട്ടും കിട്ടാണ്ട്. അനക്ക് കൊറേ ദിവസമായി. നീ പോയതിന്റെ പിന്നെ ഇതൊന്നുമില്ല ശരിക്കും പറഞ്ഞാല്. അങ്ങനെയല്ലേ ഞാനും ഉണ്ട്. അതെ, അതുകൊണ്ട് ഇനി ഇങ്ങ് വന്നോ. അല്ല, അങ്ങ് വരാ. ഇതിനൊരു തീരുമാനം പറ. അവിടെ ഞാൻ ചോദിക്കാൻ സമയം കിട്ടൂല. അങ്ങ് വരുന്നതാ? കൊടകിലേക്ക് വരുന്നോ? അത് ഞാൻ വരാന്ന് പറഞ്ഞില്ലേ. അങ്ങനെയല്ലല്ലോ, ഉറപ്പിക്കണ്ടേ. ഇത് വരാന്ന് പറയുന്നത് ഇപ്പൊ നാളെ ഞാൻ ചോദിക്കുമ്പോ അത് ഞാൻ വെറുതെ പറഞ്ഞു. അങ്ങനെയല്ലേ സാധാരണ പറയുന്നത്. ബാക്കിന് വിലയില്ലല്ലോ. അങ്ങനെയൊന്നും പറയുന്നില്ല. ഉറപ്പിക്കാലോ. അല്ല നല്ലപ്പുറം വരുമല്ലോ. നിന്റെ ഒന്നിച്ച് വരാം. പണി കിട്ടുമല്ലോ. എല്ലാ പണിയുണ്ട്. പണിയില്ലേ പിന്നെ ഏത് പണിക്കും ആളുണ്ടാവണം കേട്ടാ. ചേച്ചി ഒന്ന് മനസ്സ് വെച്ചാല് പൈസ ഉണ്ടാക്കാം ഇഷ്ടം പോലെ. ഒരു കണക്കിന് ഇയാളെടുത്ത് ചൂണ്ട് കൂടിയിട്ട് ഒരാവശ്യമില്ലാണ്ട് ഞാൻ ദാരിദ്ര്യം പറഞ്ഞ് ജീവിക്കുന്നതിനെ കാണുന്നുണ്ട്. എവിടെയെങ്കിലും പോയിട്ട് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ അയച്ചു വെച്ച്. അതന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. അതിപ്പോ ഇവിടെ നാട്ടിലാകുമ്പോ നിങ്ങളെ നാട്ടുകാരും വിടൂല, ജീവിക്കാൻ ഈ കെട്ടിയൊന്നും വിടൂല. അതിനാക്കാണെ നല്ല. കൊടകിൽ എല്ലാകുമ്പോ നിങ്ങളെയൊന്നും എനിക്ക് അറിയേയില്ല. എന്നാ ഇഷ്ടം പോലെ പണിയും കിട്ടും. ഏതായാലും ഞാൻ വരാം. നീ ഇനി പോകുമ്പോ എല്ലാം ഒരു കാര്യം പറയാ. ആടെ എത്തിയിട്ട് എന്റെ അടുത്ത് പോസ് കാണിക്കറേ. എനക്ക് കിട്ടേണ്ടിയെല്ലാം കിട്ടണം കേട്ടോ. അത് പിന്നെ എനിക്ക് തരാണ്ട്. അങ്ങനെ പുറത്തു കഴിയുമ്പോ ഒരു താമസിക്കാൻ നിൽക്കണ്ട. എന്റെ കൂടെ തന്നെ നിന്നാ മതി. നേരം പിന്നെ അങ്ങനെ കൂട്ടണ്ട. ഇവിടെ അങ്ങേരെ ഒറ്റക്കാട് നിൽക്കാൻ പറ്റുന്നുണ്ടേതാ അല്ലേ? അങ്ങേരോട് പറയാ നിങ്ങൾക്കുള്ള കുടിക്കാനുള്ള പൈസയിൽ ഞാൻ എത്തിച്ചോളൂ. നമുക്കവിടെ പണിയും തൂലും എന്ന് പറഞ്ഞാൽ മതി. ഇത് പറഞ്ഞാൽ മതി. ഇത് കാപ്പിക്കുരു ഉണക്കാനാന്ന് പറഞ്ഞാൽ മതി. ആൾക്ക് കുടിക്കേണ്ട പൈസ വേണ്ടു. അതെ, എന്നാ പണിയെന്ന് ചോദിച്ചാല് ഇത് കാപ്പിത്തോട്ടത്തിൽ കാപ്പിക്കുരു പറിച്ചിട്ട് ഉണക്കുന്ന പണിയാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് പണിയെടുക്കുന്നുണ്ട് അവിടെ പെണ്ണുങ്ങൾ. ആടെ കൂട്ടർ തന്നെയാണ്. ആ കൂട്ടത്തിലാണെന്ന് പറഞ്ഞാൽ മതി. എനിക്ക് കുറച്ചു ദിവസം അങ്ങനത്തെ പണിയൊന്നും കിട്ടി. പിന്നെ നമുക്ക് ലൈന് മാറ്റി പിടിക്കാന്ന്. ഒരു വെള്ളം കാണാതെ ഇത് കാണാതെ കൊറേ ആൾക്കാരുണ്ട് അവിടെ. മലയാളി തന്നെയുണ്ട് ഇഷ്ടം പോലെ. പറഞ്ഞ പൈസയും കിട്ടും.
എന്നാ ഞാൻ പിന്നെ ഇപ്പം തന്നെ റെഡിയാ. ഉറപ്പല്ലേ? എന്നാ പിന്നെ ഈ അധികം ലേറ്റ് ഒന്നും ആക്കണ്ട, നമുക്ക് വേഗം പോകാം. ഇല്ല, ഞാൻ ഏതാണ്ടാലും മനസ്സിലാക്കിച്ച വന്നിന്. വേഗം തന്നെ പോയാൽ ഉറപ്പില്ലല്ലോ. ഒരാഴ്ച ഞാൻ പോകുമ്പോ ഒപ്പരം വരണം കേട്ടോ. ആ അന്ന് ബാക്കി വിളിച്ചാൽ മതി ബാക്കി ഞാൻ വന്നിട്ട് പറയാം.